ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി തേവക്കൽ എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 1/2 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം വിശാലമായ വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4,400 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1980 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 5 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും വിദ്യോദയ സ്കൂളിലേക്ക് 1 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വെറും 1/2 കിലോമീറ്ററുമാണ്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായുള്ളത്. GI ട്യൂബിൽ LED ഗേറ്റ് ലാമ്പൊക്കെ കൊടുത്ത് നല്ല മനോഹരമായൊരു ഡിസൈൻ വർക്കിൽ തന്നെയാണ് ചുറ്റുമതിൽ ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിന്റെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ബെൻസ് പോലുള്ള വലിയ വാഹനങ്ങളൊക്കെ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റ് ചെറിയ 2 വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. മുറ്റം മുഴുവനായി തന്നെ കടപ്പ കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. സൈഡ് ഭാഗത്തെല്ലാം ആവശ്യത്തിന് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. മുഴുവനായി ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3-4 ആളുകൾക്ക് വരെ ഈ സിറ്റ് ഔട്ടിന്റെ മുന്നിൽ ഇരിക്കാനാവുന്നതാണ്. വീടിന്റെ ദർശനവും മെയിൻ ഡോറിന്റെ ദർശനവും വരുന്നത് വടക്ക് ദിക്കിലേക്ക് തന്നെയാണ്. തേക്കിൻ തടിയിലാണ് മെയിൻ ഡോർ പണിതിരിക്കുന്നതും. നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഏകദേശം 15 അടിയോളം നീളവും 12 അടിയോളം വീതിയിലുമായി വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലൂവർ പാനൽസും മൾട്ടിവുഡും നൽകിക്കൊണ്ടുള്ള മനോഹരമായ TV യൂണിറ്റ് തന്നെ ഇവിടെ ബിൽഡർ കൊടുത്തിട്ടുണ്ട്. വുഡൻ സീലിംഗും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തായി മൾട്ടിവുഡിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു പാർട്ടീഷൻ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ഡിസൈനിൽ വരുന്ന നല്ലൊരു വാഷ് ബേസിനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ കിച്ചണിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. തീർച്ചയായും ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ക്രോക്കറി യൂണിറ്റും കൂടാതെ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്താണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഒട്ടും തന്നെ കൺജസ്റ്റഡ് ആവാതെ നല്ല സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ കിച്ചണും കൊടുത്തിരിക്കുന്നത്. കൃത്യമായി വടക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ബിൽഡർ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ആവശ്യത്തിന് കബോർഡ് വർക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഈ വീടിന്റെ അടുക്കളയ്ക്ക് കൂടാതെ തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചണിൽ നൽകിയിരിക്കുന്നത് പോലെ തന്നെ സെയിം കബോർഡ് വർക്കെല്ലാം നൽകി തന്നെയാണ് ഇവിടെ വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. മുഴുവൻ ഏരിയയും ഇവിടെ കവർ ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാം. വർക്ക് ഏരിയയിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും ബിൽഡർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സൊമാനി ബ്രാൻഡിന്റെ 10 ഇയർ വാറണ്ടി വരുന്ന ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർവേയിൽ മുഴുവനായി തന്നെ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഇവിടിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. സ്റ്റെയർവേ കയറി വരുന്ന ഭാഗത്തായി ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ബിൽഡർ നൽകിയിട്ടുണ്ട്. ആവശ്യത്തിന് വെന്റിലേഷനുകൾ നൽകാൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഇവിടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്.
10 അടിയോളം നീളത്തിൽ വരുന്നൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിനും കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടിയോളം നീളവും 12 അടിയോളം വീതിയിലുമായി വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. വുഡൻ ഫിനിഷിംഗ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളത്തിൽ തന്നെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ബിൽഡർ കൊടുത്തിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. LED ലൈറ്റൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. ഈ വീട്ടിലെ 3 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. 14 അടിയോളം നീളത്തിൽ വളരെ വിശാലമായൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നതും. പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് സീലിംഗും ഭംഗിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്രമാത്രം അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 4,400 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1980 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 96 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.